ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയമായിരിക്കുമല്ലേ? പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിടുന്ന വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒക്കെ കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ ചിലരൊക്കെ കണ്ട് പോകുന്നുണ്ട്, അതൊക്കെ തന്നെ. പിന്നെ ഇപ്പം ഞാൻ വന്നത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം, നമ്മൾ അറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. പിന്നെ അറിയാത്തവരാണ് അറിയും. അപ്പം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. ഞാൻ സ്മിത അജിത്ത്. എൻ്റെ ഹസ്ബൻഡ് അജിത് കുമാർ. ആർമിയിലായിരുന്നു, 26 വർഷം സർവീസ് ചെയ്തു, റിട്ടയർഡായി. കല്യാണം കഴിഞ്ഞ് ഞങ്ങളും ഒപ്പം തന്നെയായിരുന്നു. റിട്ടയർഡായി നാട്ടിൽ വന്നു. പിന്നെ എക്സ് സർവീസുകാരെ റെയിൽവേയിൽ വിളിച്ചു, അങ്ങനെ റെയിൽവേ കയറി. 2 വർഷത്തേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഖത്തറിന് പോയി. പിന്നെ ഞങ്ങൾക്കൊരു മകളാണുള്ളത്, അമിത. അവളെ വീട്ടിൽ വിളിക്കുന്ന ലക്ഷ്മി എന്നാണ്. പിന്നെ മോളുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ മോൻ്റെ പേര് കാർത്തിക്. മോനിവിടെ ശാസ്താംകോട്ടക്കാരൻ തന്നെയാണ്. അവൻ്റെ വീട്ടിൽ അച്ഛനമ്മ, ഒരു പെങ്ങൾ. ആ മോളുടെ വിവാഹം കഴിഞ്ഞു. നമുക്കൊരു കുഞ്ഞു മോനുണ്ട്. പിന്നെ ആ ചേട്ടനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. വന്ന് എക്സ് സർവീസുകാരെ പിന്നെ റെയിൽവേയിലേക്ക് വിളിച്ചു, അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനമ്മ. അച്ഛൻ സഹകരണ ബാങ്കിലായിരുന്നു, റിട്ടയർഡായിട്ട് വർഷങ്ങളായി. പിന്നെ എനിക്കൊരാങ്ങളയാണുള്ളത്. പിന്നെ എൻ്റെ നന്ദൂട്ടൻ, അവൻ എൻ്റെ മോൻ തന്നെയാണ്. അവനായിരുന്നു എൻ്റെ കൂടെ എല്ലാം. എപ്പോഴും അവനായിരുന്നു എൻ്റെ ഒപ്പം. ആ ചേട്ടന് ഇവിടെ ഇല്ല, ഖത്തറിലായിരുന്നു. മോൾ എറണാകുളത്ത് നിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവനായിരുന്നു എൻ്റെ കൂടെ. പിന്നെ അവർക്കൊരു മോൾ കൂടിയുണ്ട്. അവർ സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ എൻ്റെ അജേട്ടൻ്റെ വീട്ടിൽ അച്ഛനമ്മ. അമ്മയ്ക്കിപ്പം കുറച്ച് വയ്യായികയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്ന. പിന്നെ 3 പെങ്ങന്മാരാണുള്ളത്. പെങ്ങന്മാരെല്ലാം കല്യാണം കഴിച്ച് വലിയ മക്കളൊക്കെയാണ്. അവരെല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്ന. ഇതൊക്കെയാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. പിന്നെ എൻ്റെ ഒരു ലോകമെന്ന് വെച്ചാൽ ഞങ്ങൾ 3, ഇപ്പം 3 അല്ല, ഇപ്പം 4 പേര്. പിന്നെ അജേട്ടനും മോളും, ഇപ്പം മോൻ കാത്തും, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ആ ഒരു ലോകമാണ് എൻ്റെ ലോകം. ആ ലോകത്ത് കിടന്ന് ഘട്ടം കറങ്ങാനാണ് എനിക്കിഷ്ടം. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. പിന്നെ എന്താ ഉള്ളത്? ഇനി അടുത്തൊരു വിശേഷമായിട്ട് ഞാൻ വരാം. അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴുള്ള ചെറിയ കൊച്ചു കഥകളുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബായ്.